ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സദ്യ സ്പെഷ്യൽ നേന്ത്രപ്പഴം പ്രഥമനാണ്. സദ്യയിൽ വിളമ്പുന്ന അതേ രീതിയിൽ വളരെ ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ് ഇന്ന് ഞാനിവിടെ ഈ പായസം ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ നേന്ത്രപ്പഴം പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിവിടെ 3 നേന്ത്രപ്പഴം കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ഇത് ഏകദേശം ഒരു 400 ഗ്രാം ഉണ്ടാവും. ഇതിനി നമ്മൾക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു സ്റ്റീമറിലേക്ക് ഞാനിവിടെ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് അത്ര പഴുത്ത നേന്ത്രപ്പഴമല്ല, ഇതിൽ കുറച്ചും കൂടെ ഒന്ന് തൊലി കറുത്ത് നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ കുറച്ചും കൂടെ നല്ല മധുരമുള്ള പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിനി നമ്മൾക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നേന്ത്രപ്പഴമൊക്കെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾക്ക് മിക്സി ജാറിലിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. പഴമൊക്കെ തണുത്തതിന് ശേഷം ഞാനിവിടെ നന്നായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പായസത്തിനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 350 ഗ്രാം ശർക്കര നന്നായി ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പഴത്തിന്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കുന്ന ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഞാനിവിടെ ഒരു കൈപ്പിടിയോളം ചൗവരി നന്നായി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതേപോലെ തന്നെ 1.5 കപ്പ് 1-ാം പാലും 3 കപ്പ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 തേങ്ങയാണ് ഞാൻ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അടികട്ടിയുള്ള ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളിയും ഉപയോഗിക്കാവുന്നതാണ്. നെയ്യ് നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഴം ഈ നെയ്യിലിട്ട് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. പഴത്തിലെ വെള്ളമൊക്കെ വറ്റി നന്നായി ഒന്ന് വരണ്ടു വരുന്നത് വരെ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇപ്പോ പഴത്തിലെ വെള്ളമൊക്കെ വറ്റി കടായിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മുഴുവനായി ഒഴിക്കാതെ കുറച്ചൊഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ശർക്കര കൂടി നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒഴിച്ച ശർക്കര പാനി പഴത്തിലേക്ക് നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മൾ ബാക്കിയിരിക്കുന്ന ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈയെടുക്കാതെ നന്നായി ഇളക്കി ഈ ശർക്കരയുടെ മധുരമൊക്കെ പഴത്തിലേക്ക് നന്നായി പിടിക്കുന്നത് വരെ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നമ്മളിത് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. ഇപ്പോ പഴത്തിലേക്ക് ശർക്കരയൊക്കെ നന്നായി പിടിച്ച് നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റി പുറത്തേക്ക് ബബിൾസ് തെറിക്കുന്ന ഒരു പാകം ആവുമ്പോഴത്തേക്കും നമ്മൾക്കിതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 3 കപ്പ് 2-ാം പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കുറുകി വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. 2-ാം പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചവ്വരി കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് കുറുകി വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് കൈയെടുക്കാതെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. രണ്ടാം പാലും ചവ്വരിയൊക്കെ ചേർത്തതിന് ശേഷം പായസം ഇവിടെ പാകത്തിന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരുപാട് തിളയ്ക്കാൻ നിൽക്കരുത്. ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ നന്നായി ഒന്ന് ചൂടായി തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ജീരകവും ഏലക്കയും പൊടിച്ചതും മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ആകുമ്പോൾ ആ ഫ്ലേവർ നന്നായി നിൽക്കും.
ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ നേന്ത്രപ്പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പം കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ പായസം ഉണ്ടാക്കിയെടുക്കാൻ. ഈ വിഷുവിന് നിങ്ങളും ഇതുപോലെ നേന്ത്രപ്പഴം പ്രഥമൻ ഉണ്ടാക്കി നോക്കൂ.